പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ മൂന്നാമത്തെ കേസാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് എഫ് ഓഫ് ഡി വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ ആണെങ്കിൽ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇഫ് എഫ് ഓഫ് ഡി വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ എന്നാണെങ്കിൽ എനിക്ക് അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് പി ഐ ഈസ് ഈക്വൽ ടു 1 upon function of d into x raised to n എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? 1 upon എഫ് ഓഫ് ഡി എന്ന് എഴുതിയിട്ട് ഈ തന്നിരിക്കുന്ന എക്സ് റൈസ് ടു എൻ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈ 1 upon എഫ് ഓഫ് ഡിയിലെ ഈ എഫ് ഓഫ് ഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 പ്ലസ് ഫംഗ്ഷൻ ഓഫ് ഡി എന്ന് എഴുതുന്നു. ഫോർ എക്സാമ്പിൾ ഡി സ്ക്വയർ പ്ലസ് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 വെളിയിൽ എടുത്തിട്ട് തന്നെ 1 പ്ലസ് ഡി സ്ക്വയർ ബൈ 2 എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 പ്ലസ് എഫ് ഓഫ് ഡി എന്ന്. ഇപ്പൊ ഇവിടെ ഈ 2 വെളിയിൽ എടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. അപ്പോൾ ആ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സിമ്പിൾ ഒന്നും നമ്മൾ ഇക്വേഷനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? 1 പ്ലസ് എഫ് ഓഫ് ഡി എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുക. ഇനി ചെയ്യേണ്ടത് 1 upon 1 പ്ലസ് എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? നമ്മൾ 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1 ബൈ എക്സിനെ നമ്മൾ എക്സ് ഇൻവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ 1 upon 1 പ്ലസ് എഫ് ഓഫ് ഡി നമ്മൾ എന്ത് ചെയ്യുക? 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. Therefore we get 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 പ്ലസ് എക്സ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഐ ക്യാൻ റൈറ്റ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ്ഡ് 4 അപ് ടു ഇൻഫൈനൈറ്റ് ടൈംസ് ഉണ്ടാവും. ഇനി 1 മൈനസ് എക്സ് ഇൻവേഴ്സ് ആണെങ്കിലോ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ്ഡ് 4 ഇങ്ങനെ അപ് ടു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഉണ്ടാവും. ഈ തന്നിരിക്കുന്ന 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ കേസ് 3 എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? 1 upon എഫ് ഓഫ് ഡി എക്സ് റൈസ് ടു എൻ എഴുതുക. പിന്നെ തന്നിരിക്കുന്ന എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? 1 പ്ലസ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക. മൂന്നാമത്തേത് 1 upon 1 പ്ലസ് എഫ് ഓഫ് ഡി എന്ത് ചെയ്യുക? 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യേണ്ട ഇക്വേഷൻ അവിടെ തന്നിരിപ്പുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഈ തന്നിരിക്കുന്ന 1 പ്ലസ് എഫ് ഓഫ് ഡി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ഒരു പ്രോബ്ലം എടുക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് വൺ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 3y ഈസ് ഇക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് പി ഐ ഈസ് ഇക്വൽ ടു 1 upon ഡി സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് ക്യൂബ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇതിനെ 1 പ്ലസ് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് ഡി ഇതിനെ 1 പ്ലസ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം. If I take out 3, what I get? 1 plus d square by 3 എന്ന് കിട്ടും. This one I can write 1 upon 3 into 1 plus d square by 3 into x raised to 3. Okay. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന 1 plus d square by 3 നെ ഇൻവേഴ്സ് ഫോം ആക്കുക. That is 1 by 3 into 1 plus d square by 3 inverse x cube എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. Therefore I get 1 by 3 1 minus d square by 3 plus d raised to 4 by 9 ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഉണ്ടാവും ഇൻറ്റു എക്സ് ക്യൂബ്. അപ്പോൾ ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എഴുതണമെന്നില്ല. നമുക്ക് എത്ര എണ്ണം എടുക്കണമെന്ന് ഈ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദിസ് വൺ ഐ ക്യാൻ റൈറ്റ് 1 by 3 ഇൻറ്റു ഇവിടെ നോക്കുക 1 ഇൻറ്റു എക്സ് ക്യൂബ് ഡി സ്ക്വയർ ബൈ 3 ഇൻറ്റു എക്സ് ക്യൂബ്. ഇവിടെ ഡി സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡബിൾ ഡെറിവേറ്റീവ് ആണ്. സോ എക്സ് ക്യൂബിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 3x സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് 6x ആണ്. ഓക്കെ, സോ ഡി സ്ക്വയർ ബൈ 3 എന്ന് പറയുമ്പോൾ 6x by 3. Therefore I get minus 2x. അടുത്ത ടൈം നോക്കുക d raised to 4 by 9 into x cube. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ x ക്യൂബിന്റെ ആദ്യത്തെ ഡെറിവേറ്റീവ്.
രണ്ടാമത്തെ ഡെറിവേറ്റീവ് നമുക്ക് 6x ആണ് കിട്ടിയത്. മൂന്നാമത്തെ ഡെറിവേറ്റീവ് നമുക്ക് 6 കിട്ടും. നാലാമത്തെ ഡെറിവേറ്റീവ് അത് 0 ആവും. അപ്പോൾ ഈ ടൈം 0 ആണ്. ഇപ്പോൾ d⁴/9 കഴിഞ്ഞും ഇനി ഈ സീരീസിൽ നമ്പേഴ്സ് ഉണ്ട്, ഇനിയും ടേംസ് ഉണ്ട്. പക്ഷെ ആ ടേംസ് എല്ലാം നമുക്ക് എന്താണ് തരാൻ പോകുന്നത്? 0 ആണ് തരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. Therefore ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? x³/3 മൈനസ് 2 times x/3. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു നമ്മൾ 1 - d²/3 പ്ലസ് d⁴/9 ഇങ്ങനെ നമ്മൾ എത്ര തവണ എടുക്കണമെന്ന്. x³ ആണ് നമ്മൾ ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ നോക്കുക. ഇത് x³ ആണെങ്കിൽ നമുക്ക് 3 തവണ മാത്രമേ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തുള്ളൂ. x⁴ ആണെങ്കിൽ 4 തവണ എടുക്കാം. s² ആണെങ്കിൽ 2 തവണ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഡെറിവേറ്റീവ് വരുന്ന ടേംസ് മാത്രം നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ എഴുതി നോക്കണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം d² plus dy is equal to x² plus 1. ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ അയക്കാം. റൈറ്റ്, pi is equal to 1 / d² plus d into x² plus 1. നമ്മൾ തന്നെ എന്ത് ചെയ്യുക? 1 plus എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക. Therefore I take out d. Now I get d plus 1 into x² plus 1. ഇപ്പോൾ d എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. 1/d എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/d എന്തായാലും ഇന്റഗ്രേഷൻ നമുക്കറിയാം. അപ്പൊ അത് അങ്ങനെ ഇടുക. എന്നിട്ട് 1/d plus 1 x² plus 1. ആദ്യം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ എന്ത് ചെയ്താൽ മതി? 1/d, അതായത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഇത് ചെയ്യാം. 1/d plus 1 ഇതിനെ 1 plus d inverse എന്ന് എഴുതുകയാണ്. Then x² plus 1. ഇപ്പൊ ഇതെങ്ങനെ വരും? I get 1 / d 1 minus d plus d² plus d³ അങ്ങനെ പോകും. x² plus 1. ഇവിടെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം നമുക്ക് d² വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്തു നോക്കാം. 1 / d x² plus 1 into 1. We get x² plus 1 minus derivative of x² plus 1. We get minus 2x. Again derivative. We get plus 2. x² plus 1 ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് 2 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്നതിന്റെ ഇന്റഗ്രേഷൻ എടുക്കാം. ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് 1 / d x² minus 2x plus 3. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ത് കിട്ടും? 1 / d എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. Therefore integration of x² minus 2x plus 3. I get x³/3 minus 2 x²/2. I get x² plus 3x. ഇതാണ് ഇതിന്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം d² plus dy is equal to x plus 1 the whole square. നേരത്തെ നമ്മൾ ചെയ്തത് x² plus 1 ആണ്. ഇവിടെ x plus 1 the whole square. ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് എങ്ങനെ എഴുതാം? പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to 1 / d² plus d. ഇവിടെ x plus 1 the whole square എനിക്ക് എങ്ങനെ എഴുതാം? I can write x² plus 2x plus 1 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ചോദ്യം ഇങ്ങനെ x plus 1 the whole square എന്നും വരാം, അല്ലെങ്കിൽ x² plus 2x plus 1 എന്നും വരാം. This one I can write 1 / d into 1 plus d into x² plus 2x plus 1. അപ്പോൾ ഈ 1/d എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. അത് നമുക്ക് ഏറ്റവും അവസാനം ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 / d എടുത്തിട്ട് 1 plus d inverse into x² plus 2x plus 1. This one I can write 1 / d 1 minus d plus d² minus d³ ഇങ്ങനെ പോകും into x² plus 2x plus 1. This one I get 1 / d 1 into x² plus 2x plus 1. x² plus 2x plus 1. Derivative of x² plus 2x plus 1. I get minus 2x minus 2. ഇത് നെഗറ്റീവ് ഉണ്ട്, അതാണ് ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം.
അടുത്ത പ്ലസ് ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഡെറിവേഷൻ എടുക്കുമ്പോൾ വി ഗെറ്റ് 2x പ്ലസ് 2. സെക്കൻഡ് ഡെറിവേറ്റീവ് വി ഗെറ്റ് 2. സോ ഇവിടെ 2 വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മൈനസ് 2 ഈ പ്ലസ് 2 ക്യാൻസൽ ആവും, ഈ 2xും ഈ മൈനസ് 2xും ക്യാൻസൽ ആവും. ഫൈനലി വി ഹാവ് 1 upon d into s square plus 1. 1 upon d എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് s square plus 1. എന്ത് കിട്ടും? s square ഇന്റഗ്രേഷൻ എന്താണ്? s cube by 3. 1 ഇന്റഗ്രേഷൻ x. ഇതാണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം d square into d square plus 4x is equal to 96 t square. ഇപ്പൊ ഇവിടെ x ആണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ, t ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റർവൽ എങ്ങനെ എഴുതാം? pi is equal to 1 upon d square into d square plus 4 into 96 t square. 1 upon d square നമ്മൾ 4 വെളിയിൽ എടുക്കുകയാണ്. therefore 4 1 plus d square by 4 എന്ന് വരും into 96 t square. ഓക്കെ, ഇനി 1 by d square ഇതെന്താണ്? ഡബിൾ ഇന്റഗ്രേഷൻ ആണ്. ഇത് നമ്മൾ ഏറ്റവും അവസാനം എടുത്താൽ മതി. ഓക്കെ, I can write 1 upon 4 times d square 1 plus d square by 4 inverse 96 t square. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇതിന്റെ സൊല്യൂഷൻ എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 1/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 1 upon 4d square 1 minus d square by 4 പ്ലസ് ഇതിന്റെ സ്ക്വയർ ദാറ്റ് ഇസ് d raised to 4 എന്ന് വരും. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ പോളിനോമിയൽ നോക്കുമ്പോൾ ഇതിന്റെ പവർ 2 ആണ്. അപ്പൊ നമുക്ക് 2 തവണ മാത്രമേ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റൂ. മൂന്നാമത്തെ തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കി ടൈംസ് എഴുതേണ്ട കാര്യമില്ല. into 96 t square. ഓക്കെ, ഈ 96 കോൺസ്റ്റന്റ് ആണ്. അതിനെ ഞാൻ ഈ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്. therefore we get 96 by 4 d square 1 into t square that is t square minus double derivative of t square. t square ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് we get 2t, സെക്കൻഡ് ഡെറിവേറ്റീവ് we get 2. സോ ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -2 ആണ്. ഡിവൈഡ് ബൈ 4 we get 1/2. okay, now this one I can write 96 by 4 is equal to 24. double integration of t square minus 1/2. therefore 1/d into first integration എന്ത് കിട്ടും? we get t cube by 3 minus t by 2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? t raised to 4 by 12 minus t square by 4 എന്ന് വരും. this one I can write 2 times t raised to 4 minus 6 times t square. Here I can take out t square, also 2 I can take out, therefore I get t square minus 3. ഇതാണ് ഇതിന്റെ ആൻസർ. 2 times t square into t square minus 3. അഞ്ചാമത്തെ ചോദ്യം d square plus d plus 2y is equal to 2x. ഇവിടെ നമുക്ക് d സ്ക്വയറിന്റെയും ടേം ഉണ്ട്, d ന്റെയും ടേം ഉണ്ട്, d raised to 0 ന്റെയും ടേം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റർവൽ I can write pi is equal to 1 upon d square plus d plus 2 into 2 raised to x എന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 2 വെളിയിൽ എടുക്കുക. therefore I get 1 plus d by 2 plus d square by 2 into 2x എന്ന് വരും. therefore this one I can write 1 upon 2 1 plus d by 2 plus d square by 2 inverse into 2x. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 1 plus x inverse അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ d plus 2 plus d square by 2 ഇതിനെ ഒരൊറ്റ ടേം ആക്കി എടുക്കുക. ഫോർ എക്സാമ്പിൾ അത് t ആണെങ്കിൽ we get 1 plus t എന്ന ഫോമിലേക്ക് മാറും. 1 plus t ഇൻവേഴ്സ് എന്ന് വരും which is equal to 1 minus t
പ്ലസ് ടി സ്ക്വയർ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഐ ക്യാൻ റൈറ്റ് 1/2 1 മൈനസ് ടി. ടി എന്താണ്? ഈ d/2 പ്ലസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് d/2 പ്ലസ് d സ്ക്വയർ ബൈ 2 the whole square, a plus b the whole square. അപ്പൊ ഇതിനെ എങ്ങനെ കിട്ടും? we get d square by 4 plus a square plus b square, d raised to 4 by 4 plus 2 times a into b, we get 2 times d raised to 3 divided by 4 ഇങ്ങനെ കിട്ടും. ഇനി ഇങ്ങനെ ടേം പൊയ്ക്കൊണ്ടേയിരിക്കും up to infinity വരെ പോകും into 2x. ഇവിടെ നോക്കാം 1/2 1 into 2x, we get 2 times x minus derivative d/2 of 2x, that is derivative of 2x by 2. Derivative of 2x എന്താണ്? 2 ആണ്. 2/2 എന്താണ്? 1 ആണ്. 1. Next we have d square by 2, that is ആദ്യം നമ്മൾ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുക, അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2x ന്റെ ഡബിൾ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് we get 2, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. അതിനർത്ഥം സെക്കൻഡ് ഡെറിവേറ്റീവും ഇനി അങ്ങോട്ടേക്കുള്ള തേർഡ് ഡെറിവേറ്റീവും ഫോർത്ത് ഡെറിവേറ്റീവും എല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ടൈംസ് നോക്കാം, ഒന്നെങ്കിൽ ഡി സ്ക്വയർ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള പവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന എല്ലാ ടൈംസും എന്തേ നമുക്ക് തരത്തുള്ളൂ? 0 തരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സോ ദിസ് വൺ ഐ ക്യാൻ റൈറ്റ് x minus 1/2. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ഈ a plus b the whole square എന്നുള്ള ടൈം എടുത്തു, പക്ഷെ ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 2x എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് മുകളിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്നില്ല. ഇവിടെ തന്നെ d/2 പ്ലസ് d സ്ക്വയർ ബൈ 2 the whole square ആണ്. അപ്പോൾ ഇവിടെ d/2 ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും d സ്ക്വയർ എന്ന ടൈം വരും. ഇവിടെ d സ്ക്വയർ ബൈ 2 ആയതുകൊണ്ട് അത് സ്ക്വയർ ചെയ്താലും d സ്ക്വയറിന് മുകളിൽ വരും. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 times ab എടുക്കുമ്പോൾ എന്ത് വരും? d ക്യൂബ് എന്ന് വരും. അതുകൊണ്ട് നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ ഈ നോക്കുക പോളിനോമിയൽ, അതിന്റെ പവർ എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് മാത്രം ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി പോയാൽ മതി. അപ്പോൾ കേസ് 3 ഈ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് കേസ് 4 അടുത്ത വീഡിയോയിൽ നോക്കാം.